വെൽക്കം ബാക്ക് എവരിവൺ. ഡേറ്റ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ആൾറെഡി 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ ദി ലാസ്റ്റ് 2 years ഐ എം വർക്കിംഗ് ആസ് എ GCP ഡേറ്റ എഞ്ചിനീയർ. നിങ്ങൾ ഡേറ്റ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡേറ്റ എഞ്ചിനീയറിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ഡേറ്റ എഞ്ചിനീയറിംഗ്, ഡേറ്റ എഞ്ചിനീയർ ആകാൻ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, കംപ്ലീറ്റ് റോഡ് മാപ്പ്, കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡേറ്റ എഞ്ചിനീയറിംഗ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുക, അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുക, ദെൻ ആ ഡേറ്റ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, അതായത് ബിസിനസ്സിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡേറ്റ എന്നതുകൊണ്ട് സ്മാൾ എമൗണ്ട് ഓഫ് ഡേറ്റ അല്ല ഉദ്ദേശിക്കുന്നത്, ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ ആയിരിക്കും. ടെറാബൈറ്റ്സ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ പെറ്റാബൈറ്റ്സ് ഓഫ് ഡേറ്റ ആയിരിക്കും ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഞാനിത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഇവിടെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഡിഫറൻറ്റ് സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി ബിസിനസ്സിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഡേറ്റ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡേറ്റ എഞ്ചിനീയറുടെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഫൈനലി ഈ ഡേറ്റ യൂസ് ചെയ്യുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് പർപ്പസിന് വേണ്ടിയാകാം. ആസ് എ ഡേറ്റ എഞ്ചിനീയർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് ETL പൈപ്പ്ലൈൻസ് ബിൽഡ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ അതിൻ്റെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നതിനാണ് ETL പൈപ്പ്ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ ഡേറ്റ മോഡലിംഗ്, ഡേറ്റ ക്വാളിറ്റി, ഡേറ്റ സെക്യൂരിറ്റി, ഡേറ്റ വെയർഹൗസിംഗ്, ഇതെല്ലാം ഒരു ഡേറ്റ എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ബേസിക്കലി ആസ് എ ഡേറ്റ എഞ്ചിനീയർ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ഫ്ലോ ഉറപ്പുവരുത്താൻ സാധിക്കണം. സോ ഇങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസ്, സർവീസസ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. ഒരു ഡേറ്റ എഞ്ചിനീയർ ആകാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തേതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ ഓർ ജാവയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്. നിങ്ങളൊരു ഫ്രഷറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈത്തൺ ആയിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. ഞാൻ ചൂസ് ചെയ്തത് പൈത്തൺ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ PHP-ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് സ്വിച്ച് ചെയ്താണ് പൈത്തണിലേക്ക് വരുന്നത്. സോ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ ലേൺ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. സോ യു ക്യാൻ ചൂസ് എയ്തർ പൈത്തൺ ഓർ ജാവ. പൈത്തണിൽ സ്പെസിഫിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫയൽ ഹാൻഡ്ലിംഗ്, വർക്കിംഗ് വിത്ത് ഡേറ്റാബേസ്, ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസിംഗ്, വർക്കിംഗ് വിത്ത് APIs, അതുപോലെ ബേസിക് ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക, ലൈക്ക് ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറീസ്. പൈത്തൺ ലൈബ്രറീസ് ആയ NumPy, പാണ്ടാസ് ഇവയെക്കുറിച്ച് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് ചൂസ് ചെയ്താലും അതിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലെങ്കിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബിക്കോസ് നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്നത് ETL പൈപ്പ്ലൈൻസ് ബിൽഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമാണ്. ETL പൈപ്പ്ലൈൻസ് ബിൽഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ തറവായിട്ടും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ ഡേറ്റാബേസ് ആൻഡ് SQL. ഡേറ്റാബേസ് ആൻഡ് SQL മസ്റ്റ് ആയിട്ടും നമ്മൾ ലേൺ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഡേറ്റ എഞ്ചിനീയറിംഗിൽ മോസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡേറ്റ ആൻഡ് ഡേറ്റാബേസസ് ആണ്. സോ SQL നോളജ് ഒരു മസ്റ്റ് ആണ്. നിങ്ങൾ തറവായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡേറ്റാബേസ് ആൻഡ് SQL. റിലേഷണൽ ഡേറ്റാബേസിനെ കുറിച്ചും NoSQL ഡേറ്റാബേസിനെ കുറിച്ചും അറിവുണ്ടായിരിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒരു ഡേറ്റാബേസിനെ കുറിച്ച്, ലൈക്ക് റിലേഷണൽ ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ MySQL അല്ലെങ്കിൽ Postgres പോലുള്ള ഡേറ്റാബേസിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഇതുപോലെ തന്നെയാണ് NoSQL ഡേറ്റാബേസ് ആയ MongoDB. ഇവയെക്കുറിച്ച് അറിയുന്നതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇവയിൽ എല്ലാ ഡേറ്റാബേസിനെ കുറിച്ചും പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റാബേസിലെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ബിഗ് ഡേറ്റ ടെക്നോളജീസ്. ബിഗ് ഡേറ്റയെക്കുറിച്ചും ബിഗ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾസിനെ കുറിച്ചും നോളജ് ഉണ്ടായിരിക്കണം. Apache Hadoop, Apache Spark, Apache Kafka ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് ബിഗ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഇവയെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഡേറ്റ ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ്, Apache Airflow. ഡേറ്റ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നതിനും അവ സ്കെഡ്യൂൾ ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് Apache Airflow. ബേസിക്കലി ETL ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അവ മോണിറ്റർ ചെയ്യുന്നതിനും സ്കെഡ്യൂൾ ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് Apache Airflow. സോ Apache Airflowയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലൗഡ് സർവീസസ്. ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയ GCP, AWS, Azure ഇവയിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അവയിൽ യൂസ് ചെയ്യുന്ന സർവീസസ്, ബേസിക്കലി ഡേറ്റ എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചും നമ്മളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഞാനൊരു GCP ഡേറ്റ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ GCPയിൽ, അതായത് ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ഡേറ്റ എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ചും അവയുടെ ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ചും എനിക്കൊരു ഐഡിയ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഏത് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണോ ചൂസ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോം ഡേറ്റ എഞ്ചിനീയറിംഗിന് ബേസ് ചെയ്തുകൊണ്ടുള്ള സർവീസിനെ കുറിച്ചും അവയുടെ ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഡേറ്റ വെയർഹൗസിംഗ്. ഡേറ്റ ഫൈനലി സേവ് ചെയ്യുന്നത് ഡേറ്റ വെയർഹൗസിലേക്കാണ്. സോ എന്താണ് ഡേറ്റ വെയർഹൗസ്, ഡേറ്റ വെയർഹൗസിംഗ്, ഇവയെക്കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് ഡിഫറെന്റ് ഡേറ്റ വെയർഹൗസിലേക്ക് ഡേറ്റ സേവ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക്കലി ഡേറ്റാബേസ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്. ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിനെ കൂടാതെ ആസ് എ ഡെവലപ്പർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അഡീഷണൽ ടോപ്പിക്സ് ആണ് ജിറ്റ്, ഡോക്കർ എന്നിവ. ജിറ്റ് ഒരു വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റമാണ്. പ്രൊജക്റ്റിൽ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ജിറ്റ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ജിറ്റിലെ ബേസിക് കമാൻഡ്സ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് ആസ് എ ഡേറ്റ എഞ്ചിനീയർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ടെക്നോളജീസ് ആൻഡ് ടൂൾസ്.
ഡേറ്റ എഞ്ചിനീയറിംഗിൻ്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് നമുക്ക് നോക്കാം. ഈ ഒരു റോഡ് മാപ്പിൽ ഒരു ഫ്രഷറിന് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ അധികം നോളജ് ഇല്ലാത്ത ഒരാൾക്ക് എടുക്കാവുന്ന ഒരു ടൈമാണ് ഇവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത്. ആൾറെഡി ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് ഇത്രയും ടൈം ഒരിക്കലും എടുക്കത്തില്ല. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു റോഡ് മാപ്പിൽ ഫസ്റ്റ് മന്ത് കവർ ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പൈത്തൺ ഓർ ജാവ ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ്ഡ്. സെക്കൻഡ് മന്ത് SQL ആൻഡ് ഡേറ്റാബേസസ്, DDL, DML, അഡ്വാൻസ് ക്വറിയിങ്, ഇതെല്ലാം ഈ ഒരു മന്തിൽ കവർ ചെയ്തിരിക്കുക. പൈത്തൺ ആൻഡ് SQL ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്സ് ആണ്. ഇൻ തേർഡ് മന്ത് ബിഗ് ഡേറ്റ ടെക്നോളജീസ്, ഹഡൂപ്പ് എക്കോസിസ്റ്റം, മാപ്പ് റെഡ്യൂസ്, ഇവയൊക്കെ ആയിരിക്കണം കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്ലൗഡ് ഫണ്ടമെന്റൽസ്, AWS, GCP, Azure ഇവയിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ കവർ ചെയ്തിരിക്കണം. ഫണ്ടമെന്റൽസ് കവർ ചെയ്തിരിക്കുക. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഫോർത്ത് മന്തിൽ ETL യൂസിംഗ് പൈത്തൺ ആൻഡ് സ്പാർക്ക്, NumPy, Panda, സ്പാർക്ക്, ഡേറ്റ ഫ്രെയിംസ് ഇങ്ങനെയുള്ള ലൈബ്രറീസിനെ കുറിച്ച് ഫോർത്ത് മന്തിൽ കവർ ചെയ്യുക. അപ്പാഷി എയർഫ്ലോ, DAX, ഓപ്പറേറ്റേഴ്സ്, സ്കെഡ്യൂളേഴ്സ് ഇതൊക്കെ ആയിരിക്കണം ഫിഫ്ത്ത് മന്തിൽ കവർ ചെയ്യേണ്ടത്. AWS, GCP, Azure ഇവയിൽ ഏത് പ്രൊവൈഡറാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു പ്രൊവൈഡറിൽ ഡേറ്റ എഞ്ചിനീയറിംഗിന് ആവശ്യമുള്ള സർവീസസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ഇവയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, അവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ബേസിക്കലി ക്ലൗഡ് സർവീസസിനെ കുറിച്ചാണ് സിക്സ്ത് മന്തിൽ കവർ ചെയ്യേണ്ടത്. ഇൻ സെവൻത്ത് മന്ത് യു ക്യാൻ കവർ അപ്പാഷി കാഫ്ക, ഡേറ്റ സ്ട്രീമിങ്ങിനും പ്രോസസ്സിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പാഷി കാഫ്ക. ഇൻ എയ്ത്ത് മന്ത് യു ക്യാൻ കവർ ക്ലൗഡ് ഡേറ്റ വെയർഹൗസ്, BigQuery, Snowflake തുടങ്ങിയ ഡേറ്റ വെയർഹൗസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റാബേസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇൻ നയൻത്ത് മന്ത് Docker, JIT, data visualization and dashboarding using Tableau and Power BI. And in 9th month, data quality and governance. കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഡേറ്റ എഞ്ചിനീയറിംഗിന് ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ് ഇൻ്റർവ്യൂസിൽ. ബട്ട് സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അതൊരു വാലിഡ് ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് വേണം എടുക്കുവാൻ, ലൈക്ക് GCP, AWS ഓർ മൈക്രോസോഫ്റ്റ് Azure. ഇങ്ങനെയുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൽ ഡേറ്റ എഞ്ചിനീയറിംഗിന് വേരിയസ് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്, ലൈക്ക് Azure ഡേറ്റ എഞ്ചിനീയർ അസോസിയേറ്റ്, GCPയുടെ പ്രൊഫഷണൽ ഡേറ്റ എഞ്ചിനീയർ, AWS സർട്ടിഫൈഡ് ഡേറ്റ എഞ്ചിനീയർ അസോസിയേറ്റ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണോ ചൂസ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ സർട്ടിഫിക്കേഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓരോ എക്സാമിൻ്റെയും സിലബസ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അത് ഫോളോ ചെയ്തുകൊണ്ട് വേണം എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ. സർട്ടിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കറസ്പോണ്ടിങ് ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ അവയുടെ സർവീസിനെ കുറിച്ച് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓൺലൈൻ കോഴ്സസ്, ഉഡുമി, കോഴ്സിയറ തുടങ്ങിയ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ഡേറ്റ എഞ്ചിനീയറിംഗിന് വേരിയസ് കോഴ്സസ് അവൈലബിൾ ആണ്. അവയിൽ ചിലതാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. GCPയിൽ എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ 1-2 കോഴ്സസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവയെ കൂടാതെ ഒരുപാട് കോഴ്സസ് ഉഡുമിയിലും അതുപോലെ വേരിയസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. സോ ഇങ്ങനെ സർട്ടിഫിക്കേഷൻസ് ആൻഡ് കോഴ്സസ് ഫോളോ ചെയ്യുന്നതിനൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സാമ്പിൾ പ്രൊജക്റ്റ് എടുത്ത് അതിൽ വർക്ക് ചെയ്ത് നോക്കുക. ആൾറെഡി ലേൺ ചെയ്ത സോഫ്റ്റ്വെയർ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക. അത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. സോ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡേറ്റ എഞ്ചിനീയർ എന്ന റോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഡേറ്റ എഞ്ചിനീയറിംഗിനെ കുറിച്ചും ഡേറ്റ എഞ്ചിനീയറിംഗിലെ ഡിഫറെൻറ്റ് ടെക്നോളജീസിനെ കുറിച്ചും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിലെ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേസ് വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.